ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് മദേഴ്സ് ഡേ അല്ലേ? അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കഴിഞ്ഞ വർഷം മെയ് 10 ഇതിൽ 2 വരെ തെളിഞ്ഞിട്ട് ഈ കിടക്കുന്ന കുഞ്ഞൂസ് വരുന്നുണ്ടെന്നുള്ള വരവ് അറിയിച്ചത്. ആ മെയ് 10 മുതൽ പിന്നെ അങ്ങോട്ട് ഞങ്ങൾക്ക് സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയൊക്കെ സമയമാണ്. 2025 ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഗുഡ് ഇയർ ഫോർ മീ. ഞാൻ വീട് വെച്ചു, എനിക്ക് കുഞ്ഞുണ്ടായി, അങ്ങനെ എൻ്റെ ഓൾമോസ്റ്റ് സ്വപ്നങ്ങളൊക്കെ ഞാൻ 2025 അച്ചീവ് ചെയ്തിരുന്നു. അതിന് ശേഷം എൻ്റെ ബാക്കിൽ കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു, കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അങ്ങനെ 2025 മെയ് 10 കുഞ്ഞൂസ് വരുന്നുള്ള വരവ് അറിയിച്ചു. പിന്നെ അങ്ങോട്ട് അഖിൽമാരാറ് പറഞ്ഞ എൻജോയ്മെൻറ്റിൻ്റെ കാലമായിരുന്നു. ഛർദിൽ, നടുവേദന, വയറുവേദന, കാലുവേദന, ഉറക്കമില്ലായ്മ, ദേഷ്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ വൊമിറ്റ് ചെയ്ത് വെയിറ്റ് ലോസ് ആയി. പിന്നെ നാട്ടിൽ നിന്ന് അമ്മയെ ഇവിടെ കൊണ്ടുവരേണ്ടി വന്നു. അങ്ങനെയുള്ള കുറേ ഡിഫിക്കൽട്ടീസിൻ്റെയൊക്കെ അതൊക്കെ തരണം ചെയ്തിട്ട് 2025 ഡിസംബർ 29 എൻ്റെ കുഞ്ഞൂസ് ജനിച്ചു. എനിക്ക് വൈജനൽ ബർത്തായിരുന്നു. എനിക്കതൊരു നോർമൽ ഡെലിവറി, സി സെക്ഷൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ലഘൂകരിക്കാനായിട്ട് താല്പര്യമില്ല. വൈജനൽ ഡെലിവറിയും തന്നെ ഞാൻ പറയുക. അത് അങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു, കുഞ്ഞ് ലൈഫിലോട്ട് വന്നു. അപ്പോൾ കുഞ്ഞ് ലൈഫിലോട്ട് വന്ന ശേഷം കുറേ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഡെലിവറി ഒരു 10 days ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് നാട്ടിൽ പോവേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ആ സമയം മുതൽ ഞാനും കുഞ്ഞൂസും വിൻസനും ഞങ്ങൾ മാത്രമായിരുന്നു. കുഞ്ഞിനെ നോക്കൽ, വീട് നോക്കൽ, അതൊക്കെ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് നോർമൽ ഡെലിവറി ആയിരുന്നാലും, സോ കോൾ നോർമൽ ഡെലിവറി ആയിരുന്നാലും നമുക്ക് അതിൻ്റേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുണ്ടാവും. ബ്രസ്റ്റ് ഫീഡിങ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. കുഞ്ഞ് ലാച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല. തുടക്കത്തിൽ പാല് തീരെ ഇല്ലായിരുന്നു. പിന്നെ വീട് വൃത്തിയാക്കുന്നത്, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്നെ സഹായിക്കാനായിട്ട് ഈശോ കൊണ്ട് തന്നതെന്ന് ഞാൻ പറയാം. ഞങ്ങളുടെ നെയ്ബർ ഉണ്ടായിരുന്നു, ഫാദി വന്നിട്ട് എന്താ പറയുക, അപ്രതീക്ഷിതമായിട്ട് ഞങ്ങളുടെ ലൈഫിലോട്ട് വന്ന ആളാണ് കേട്ടോ. ഫാദി, കുഞ്ഞൂട്ടി, മുനീർക്ക, ഫസ, ഇവരെല്ലാവരും ഒരു അപ്രതീക്ഷിതമായിട്ട് വന്ന ആളുകളായിരുന്നു. അവരുടെ ഹെൽപ്പ് ഒരിക്കലും ഞാൻ മറക്കില്ല. കുഞ്ഞൂട്ടിയൊക്കെ ആണെങ്കിൽ വൈകുന്നേരം വന്നിട്ട് കുഞ്ഞിനെ നോക്കാനും, അവൻ വരുന്ന സമയത്തായിരുന്നു അവർ വന്ന ശേഷമാണ് സത്യം പറഞ്ഞാൽ ഞാനൊന്ന് ബ്രീത്ത് ചെയ്തത്. കുഞ്ഞുണ്ടായ ശേഷം അതുവരെ നമ്മൾ ഭയങ്കര നിയർ എന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, നിങ്ങൾ വല്ലതും കഴിച്ചോ, നിങ്ങൾക്ക് ഒരു നേരത്തെ ഫുഡ് വേണോ എന്നൊന്നും ചോദിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ വാവ വന്നു. വാവയെന്ന് പറഞ്ഞാൽ കാര്യം പറ, കുഞ്ഞു പോലെ കിടന്നൊരു കൊച്ചാണ്. കുഞ്ഞടുത്ത് സംസാരിച്ചോ? വാവ വന്നു. പാവ ഒരാഴ്ച അവൾ ലീവ് എടുത്ത് വന്നിട്ട് എൻ്റെ കുഞ്ഞിനെ നോക്കി. അപ്പോൾ എനിക്ക് മദർഹുഡ് ജേർണിയിൽ തനിച്ച് പറയാനുള്ള കുറേ ആളുകളുണ്ടാവും. പിന്നെ എനിക്ക് ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്ത ആളാണ് എൻ്റെ വേച്ച്. പുള്ളി ഓഫീസിൽ പോയി വന്നിട്ടാണ് ചോറ് വെച്ചോണ്ടിരുന്നത്. കാരണം ഈ കുഞ്ഞ് തീരെ ചെറുതായിരുന്ന ആ സമയത്ത് ഇവൻ താഴെ കിടക്കത്തില്ലായിരുന്നു. ഞാനിങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടേ ഇരിക്കണം. മണിക്കൂറുകളോളം ഞാൻ കുഞ്ഞിനെയും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ചിലപ്പോൾ ഫാദി വന്നെടുത്താൽ ഇവൻ പോവില്ല, ഒന്നും ആവില്ല. ആ സമയത്ത് ഫാദിയും ഇതേപോലെ, എടി നിനക്ക് ഫുഡ് വേണോ? അവന് വേണ്ടടി, സാരമില്ല, ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുമായിരുന്നു. എന്നാലും ഫാദി ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുമായിരുന്നു. ഫാദി ഷിസജം, വേറെ ഒന്നും പറയാനില്ല എനിക്ക് പുള്ളിക്കാരിയെ പറ്റിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ എന്ന് പറഞ്ഞാൽ താങ്ക്സ് പറയാനുള്ളത് ദോശ ഒട്ടയ്ക്ക് കൂടെയൊക്കെയായിരുന്നു. കയറി വാ മക്കളെ. ഞാൻ എന്ത് കാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാലും ഈ കണ്ണും പൂട്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആളുണ്ടാവില്ലേ, അതാണ് അവൻ. എന്ത് ചെയ്താലും നീ ചെയ്തോ, കുഴപ്പമില്ല, ഞാൻ ഉണ്ട് കൂടെ എന്ന് പറയുന്ന അങ്ങനെ ഒരു ഫ്രണ്ടും എൻ്റെ ലൈഫിലുണ്ടായിരുന്നതുകൊണ്ട് ആ സമയത്ത് മദർഹുഡിലുണ്ടായിരുന്ന ആ ഒരു ഏർലി മദർഹുഡിലുണ്ടായിരുന്ന ഡിഫിക്കൽട്ടീസ് കുറേയൊക്കെ എനിക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ജോയിൻ ചെയ്യുന്നതിനും ഒരു 1 week മുന്നേ എൻ്റെ അമ്മ വന്നു. അങ്ങനെ കുഞ്ഞിന് ഒരു 2 months ഉള്ളപ്പോഴത്തേക്കും ഞാൻ അമ്മേനെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് ജോലിക്ക് വേണം. ഞാൻ നോക്കുന്നതിനെ കാട്ടി എൻ്റെ അമ്മ നോക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല എൻ്റെ അമ്മയെക്കാളും ആർക്കും എൻ്റെ കുഞ്ഞിനെ നോക്കാൻ പറ്റില്ല. എൻ്റെ കൂടെ അമ്മ ഉറക്കമൊഴിഞ്ഞിട്ടിരിക്കുന്നുണ്ട്, ഉറങ്ങാണ്ട് കുഞ്ഞിനെ നോക്കുന്നുണ്ട്, വീട്ടിലെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ ഒരു കാര്യം അറിയില്ല. ഓഫീസിൽ പോകുന്നു, വരുന്നു, കഴിക്കുന്നു, കുഞ്ഞിനെ നോക്കുന്നു, ഉറങ്ങുന്നു, പിന്നെയും പോകുന്നു, വരുന്നു,
ഇത് തന്നെ ഇത്രയും എൻ്റെ ലൈഫ് ഈസി ആയത് എൻ്റെ അമ്മ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഹാപ്പി മദേഴ്സ് ഡേ അമ്മ.